പരിശുദ്ധവും പരിപാവനവുമായ ദുൽഹിജ്ജ മാസത്തിന്റെ അതിനിർണായകമായ ഒരു രാവാണ് ഇന്ന് സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ നമ്മിലേക്ക് സമാഗതമാവുക. ലൈലത്തു തർവിയ, തർവിയത്തിന്റെ രാത്രിയും നാളത്തെ പകൽ നമുക്ക് ഏറ്റവും അതിനിർണായകമായ യൗമു തർവിയയുമാണ്. ഇൻഷാ അല്ലാഹ് ഈ ദിവസത്തിൽ ശ്രദ്ധിക്കാനുള്ള ചില കാര്യങ്ങൾ, അത്ഭുതത്തിന്റെ 4 ദിക്റുകൾ, ഏറ്റവും ചെറിയ പരിശുദ്ധമായ ഖുർആന് ശേഷം മഹത്വമുള്ള ഈ 4 ദിക്റുകൾ ആരെങ്കിലും പറഞ്ഞാൽ അവന് കിട്ടുന്ന പ്രതിഫലം പർവ്വത സമാനമായി അലകടലിന്റെ അലമാലകൾക്ക് തുല്യമാണെന്ന് പറഞ്ഞ ആ 4 ദിക്റുകൾ ഏതൊക്കെയാണ്? അതുപോലെ ഇന്നത്തെ രാത്രിയാകുന്ന ലൈലത്തുൽ തർവിയയിൽ നാം ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങളും ലൈലത്തുൽ തർവിയയുടെ മഹത്വവുമാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാനും പകർത്താനും പോകുന്നത്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ദുൽഹിജ്ജയുടെ മുഴുവൻ പവിത്രതയും കിട്ടുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി കഫാ വസ്സലാം അലാ ഇബാദിഹി നിഅമ അമ്മാ ബഅദ്. എൻ്റെ പ്രിയമുള്ള മുഹബ്ബീങ്ങളെ, അല്ലാഹു നാം എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ ദുൽഹിജ്ജയുടെ മുഴുവൻ പവിത്രതയും കിട്ടുന്നവരുടെ കൂട്ടത്തിൽ നാം എല്ലാവരെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവ് എന്ന മനോഹരമായ ആശയവുമായിട്ടാണ് അൽഹംദുലില്ലാഹ് നിങ്ങളിലൂടെ ഈ വോയിസ് ഓഫ് ഷഫീഖ് ബദർ എന്ന ചാനൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഏവരും അത് സ്വീകരിക്കുന്നു. അല്ലാഹ് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിന്റെ ഏറ്റവും നിർണായകമായ രാവിരവുകൾ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞതുപോലെ വൽ ഫജ്ർ വലയാലിൽ അശ്ർ, 10 ദിനരാത്രങ്ങളെ കൊണ്ട് തന്നെയാണ് സത്യം. ആ 10 ദിനരാത്രങ്ങളുടെ ഓരോ ദിവസത്തിന്റെയും മഹത്വങ്ങൾ ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ ദിവസങ്ങളിൽ ഏറ്റവും വലിയ ശ്രേഷ്ഠതയിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ പ്രവാചക നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും തർവിയ എന്ന് പേര് വിളിച്ച യൗമു തർവിയ, ആ തർവിയ എന്ന പേരുള്ള ദുൽഹിജ്ജ 8ാമത്തെ രാവിലും 8ാമത്തെ പകലിലേക്കും നമ്മൾ എത്തി നിൽക്കുകയാണ്. ഇന്നത്തെ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ കേരളീയരെ സംബന്ധിച്ചിടത്തോളം ലൈലത്തു തർവിയ, തർവിയത്തിന്റെ രാത്രിയാണ്. നാളത്തെ പകൽ ഇൻഷാ അല്ലാഹ് യൗമു തർവിയ, പ്രത്യേകം നോമ്പെടുക്കൽ കൂലിയുള്ള ദിവസമാണ് ലൈലത്തു തർവിയ. അതിന്റെ മഹത്വങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് വരുന്നുണ്ട്. അതിവിപുലമായ വല്ലാത്ത പ്രതിഫലം അല്ലാഹുവിന്റെ റസൂൽ വാഗ്ദാനം ചെയ്തു. നബി തങ്ങൾ പറയുന്നതായി കാണാം, മാമിൻ അയ്യാമിൻ അഹബ്ബ ഇലല്ലാഹി അയ്യുതഅബ്ബദ ലഹു ഫീഹാ മിൻ അശ്രി ദിൽ ഹിജ്ജ യഅദിലു സിയാമു കുല്ലി യൗമിൻ മിൻഹാ ബിസിയാമി സന വഖിയാമു കുല്ലി ലൈലത്തിൻ മിൻഹാ ബിഖിയാമി ലൈലത്തിൽ ഖദർ. എത്ര അർത്ഥവത്തായ വാക്കുകൾ നബി തങ്ങൾ പറഞ്ഞെന്താണെന്നറിയോ? അല്ലാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിവസങ്ങളല്ലാതെ ഇല്ല ഈ ദുൽഹിജ്ജ മാസത്തിന്റെ ആദ്യ 10 ദിനരാത്രങ്ങളല്ലാതെ. അത്രമാത്രം മഹത്വമുള്ള, റബ്ബിലേക്ക് ഒരുപാട് ഇഷ്ടമുള്ള, അള്ളാഹുവിന്റെ അടിയാറുകൾ ചെയ്യുന്ന ഇബാദത്തുകളെല്ലാം പടച്ചവന്റെ ദർബാറിലേക്ക് തുറന്നു കാണിക്കപ്പെടുന്ന അത്ഭുതത്തിന്റെ മഹാത്ഭുതത്തിലേക്ക് ഒരു മനുഷ്യനെ വഴിതെളിക്കുന്ന ഏറ്റവും അതിനിർണായകമായൊരു രാവും പകലുമാണ് പരിശുദ്ധമായ ദുൽഹിജ്ജയുടെ ആദ്യ 10 ദിനരാത്രങ്ങൾ. എന്നിട്ടോ നബി തങ്ങൾ പറയുന്നു, യഅദിലു സിയാമു കുല്ല യൗമിൻ മിൻഹാ ബിസിയാമി സന. ദുൽഹിജ്ജ മാസത്തിന്റെ 1 മുതൽ 10 ദിനരാത്രങ്ങൾ വരെ 9 ദിനരാത്രങ്ങൾ, ദുൽഹിജ്ജ ആദ്യ 10 ദിനരാത്രങ്ങൾ, ആ 9 ദിനത്തിൽ നമ്മൾ നോമ്പനുഷ്ഠിച്ചാൽ, 10ന്റെ അന്ന് പെരുന്നാളാണല്ലോ, അന്ന് നോമ്പില്ല. അല്ലാതെ ദുൽഹിജ്ജ മാസം 9 ദിനരാത്രങ്ങൾ ഒരാൾ തുടർച്ചയായി നോമ്പെടുത്താൽ ഒരു ദിവസത്തെ നോമ്പിന് 1 വർഷത്തെ പ്രതിഫലമുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ റമളാന് 30 ദിവസം നോമ്പെടുത്താൽ തന്നെ ആ 30 ദിനരാത്രങ്ങളുടെ നോമ്പുകൾ എത്ര എണ്ണം നമ്മൾ അല്ലാഹു സ്വീകരിക്കുന്ന ഉറപ്പുണ്ടോ? എന്നാൽ 1 വർഷമാണ് ദുൽഹിജ്ജ മാസത്തിന്റെ ഒരു നോമ്പിന് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം. ദുൽഹിജ്ജ മാസത്തിന്റെ ആദ്യ 10 ദിനരാത്രങ്ങൾ നോമ്പെടുക്കുന്നവന് ഒരു ദിവസത്തിന് 1 വർഷത്തെ പ്രതിഫലമുണ്ട് എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ടോ വഖിയാമു കുല്ല ലൈലത്തിൻ മിൻഹാ ബിഖിയാമി ലൈലത്തുൽ ഖദർ, അല്ലാഹുവിന്റെ അതിനിർണായകമായ രാവ് 1000 മാസങ്ങളെക്കാൾ പ്രതിഫലമുള്ള അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫി ശഹർ തനസ്സലുൽ മലായികതു വറൂഹു ഫീഹാ ബിഇذن റബ്ബിഹിം മിൻ കുല്ലി അംർ സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ എന്ന് പരിശുദ്ധമായ ഖുർആൻ 1000 ദിവസങ്ങളെക്കാൾ, 1000 രാവുകളെക്കാൾ, 1000 മാസങ്ങളെക്കാൾ അത്ഭുതത്തിന്റെ മഹാത്ഭുതം സൃഷ്ടിക്കുന്ന പർവ്വത സമാനമായ പ്രതിഫലം തരുന്ന ലൈലത്തുൽ ഖദറിന്റെ രാവിൽ
ഒരു മനുഷ്യന് എത്ര പ്രതിഫലം കൊടുക്കുവോ അത്രമാത്രം പ്രതിഫലമാണ് ഈ പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിന്റെ ഓരോ രാത്രികളും നിങ്ങൾക്ക് തരുന്നത് എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയാണെങ്കിൽ ആ മഹത്വത്തിന്റെ ഏറ്റവും വലിയ ഉന്നതങ്ങളിലേക്ക് നമ്മൾ എത്തി നിൽക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, ദുൽഹിജ്ജയുടെ 8ാമത്തെ രാവ് ഇന്നത്തെ രാത്രി നമ്മിലേക്ക് സമാഗതമാവുകയാണ്. ഇന്നത്തെ രാത്രി, ഇന്ന് സൂര്യൻ പടിഞ്ഞാറൻ ചക്രവാളത്തിൽ ഞെരിഞ്ഞമരുമ്പോ പരിശുദ്ധമായ തർവിയ, നബിതങ്ങൾ പറഞ്ഞ തർവിയത്തിന്റെ രാവ് നമ്മിലേക്ക് സമാഗതമായി. അത്ഭുതത്തിന്റെ മഹാത്ഭുതമാണ് ഇന്നത്തെ രാത്രിയെ പരിഗണിച്ചാൽ. മഹാനായ സുഫിയാൻ സൗരി റളിയല്ലാഹു തആല അൻഹു ഒരു ദിവസം പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിന്റെ സുന്ദരമായ നിമിഷങ്ങളിലൂടെ ബസറ എന്ന് പറയുന്ന നാട്ടിലൂടെ ഒരു കബറിടത്തിന്റെ ചാരത്തൂടെ കടന്നു പോവുകയാണ്. ഒരു ശ്മശാനം, പള്ളിക്കാട് കബറടക്കുന്ന സ്ഥലത്തൂടെ കടന്നു പോകുമ്പോൾ 14-ാം രാവിലെ പൂർണ്ണചന്ദ്രന്റെ പ്രോജ്വല പ്രഭ പോലെ ഒരു കബറിങ്ങനെ പ്രകാശിക്കുകയാണ്. എന്താണ് കാരണമെന്നറിയില്ല. മഹാനായ സുഫിയാൻ സൗരി റളിയല്ലാഹു തആലയോട് ആ കബറിന്റെ ഭാഗത്ത് വിളിയാളമുണ്ടായി എന്നാണ്. അല്ലയോ തങ്ങളെ, നിങ്ങൾക്കും ഇതുപോലെ നിങ്ങളുടെ കബറിന് പ്രകാശിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? എന്നാൽ ദുൽഹിജ്ജ മാസത്തിന്റെ ആദ്യ 10 രാത്രങ്ങൾ, പ്രത്യേകിച്ച് അള്ളാഹു അനുഗ്രഹിച്ച ചില ദിവസങ്ങൾ ദുൽഹിജ്ജ മാസം ഏതാണ്? അവിടെ മഹാരഥന്മാർ പറയുന്നുണ്ട്, ലൈലത്തു തർവിയ, യൗമു തർവിയ, ലൈലത്തുൽ അറഫ, അതുപോലെ യൗമുൽ അറഫ എന്ന് തുടങ്ങിയുള്ള സുന്ദരമായ നിമിഷങ്ങൾ എന്ന് പറഞ്ഞാൽ ദുൽഹിജ്ജ മാസത്തിന്റെ ആദ്യ 10 ദിനരാത്രങ്ങളിൽ പ്രതിഫലങ്ങൾക്ക് ഇരട്ടി പ്രതിഫലം കിട്ടുന്ന ഒരു അത്ഭുതത്തിന്റെ രാവാണ് ഇന്നത്തെ അസ്തമാനത്തോടുകൂടി കേരളക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മിലേക്ക് സമാഗതമാകുന്ന ലൈലത്തു തർവിയ എന്ന് നമ്മൾ മറന്നു പോകാൻ പാടില്ല. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നമ്മളൊക്കെ ജീവിക്കുന്ന എന്തിനാണ്? സ്വർഗത്തിൽ പോകാൻ. ഈ പരിശുദ്ധമായ വോയിസ് ഓഫ് ഷഫീഖ് ബദ്രി എന്ന ചാനലിലൂടെ ഒരുപാട് അറിവഴകുകളുടെ നിലാമഴകിൽ പ്രഭാപൂരിതമായി കൊണ്ടിരിക്കുമ്പോൾ പലരും ദുആ കൊണ്ട് വസിയത്ത്, ഉസ്താദെ സ്വർഗം കിട്ടാൻ വേണ്ടി നിങ്ങൾ ദുആരക്കണം. എന്താണ് ആഗ്രഹം? സ്വർഗമാണ് ആഗ്രഹം. എന്നാൽ നബി തങ്ങൾ പറയുന്നു, മൻ നഹിയൽ ലയാലി അർബഅ, 4 രാത്രികൾ നിങ്ങൾ ഹയാത്താക്കണം. 4 രാത്രികളെ ഇബാദത്ത് കൊണ്ട് വല്ലാതെ നിങ്ങൾ സന്നദ്ധരാകണം. എന്നാൽ നബി തങ്ങൾ പറയുന്നു, വജബത് ലഹുൽ ജന്ന, അവന് സ്വർഗമുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 4 രാത്രികളെ നമ്മൾ ഹയാത്താക്കിയാൽ, 4 രാത്രികളെ പരിഗണിച്ചാൽ നബി തങ്ങൾ പറയുന്നു അവന് സ്വർഗം കൊണ്ട് സാക്ഷിയാണ്, നിർബന്ധമാണ്, കിട്ടുമെന്നല്ല, ഉറപ്പെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നാമത്തത് ലൈലത്തു തർവിയ എന്ന് പറഞ്ഞാൽ ദുൽഹിജ്ജ മാസത്തിന്റെ 8ാമത്തെ രാവ് അത്ഭുതത്തിന്റെ രാവാണ്. 8ാമത്തെ രാവ് എന്ന് പറഞ്ഞാൽ ഇന്ന് പരിശുദ്ധമായ സൂര്യൻ അസ്തമാന സൂര്യൻ പടിഞ്ഞാറൻ ചക്രവാളത്തിൽ ഞെരിഞ്ഞ വരുമ്പോ കേരളീയക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ രാവ് തർവിയത്തിന്റെ രാത്രിയാണ്. ഉമ്മമാരെ പാഴാക്കാനില്ല, വാപ്പമാരെ പാഴാക്കാനില്ല. ഒരുപാട് മിനരാത്രങ്ങൾ പാഴായി. ഉസ്താദേ, ഈ ദുൽഹിജ്ജയുടെ ആദ്യ 10 മിനരാത്രങ്ങൾ മഹത്വം അറിയില്ലായിരുന്നു, ഇത്ര ദിവസം പോയില്ലേ? ഉമ്മ വിഷമിക്കണ്ട. ലാ തഖ്നതു മിർ റഹ്മത്തില്ല, അല്ലാഹു നിരാശരാക്കൂല. ഈ തർവിയത്തിന്റെ രാവിനെ ഒന്ന് പരിഗണിക്കേ. 2ാമത്തത് ലൈലത്തുൽ അറഫ, മറ്റന്നാൾ നമ്മിലേക്ക് സമാഗതമാകുന്ന രാവ് അറഫയുടെ രാവ്. അതിനെ നിങ്ങൾ പരിഗണിച്ചാലും സ്വർഗം ഉറപ്പാണ്. ലൈലത്തുൽ നഹർ, ബലിപെരുന്നാളിന്റെ തലേ ദിവസത്തിന്റെ രാവ്, അതും വലിയ മഹത്വമാണ്. ലൈലത്തുൽ ഫിത്തർ, ചെറിയ പെരുന്നാളിന്റെ രാവ്, അതും ഈ 4 രാത്രി നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി കൊടുക്കാൻ തയ്യാറായാൽ നബി തങ്ങൾ പറയുന്ന ഓഫർ വജബത് ലഹുൽ ജന്ന എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഇന്നത്തെ രാവിനെ നമ്മൾ പരിഗണിക്കണം, ഇന്നത്തെ രാവിനെ നമ്മൾ ഹയാത്താക്കണം. എങ്ങനെ ഹയാത്താക്കണം? മഹാരഥന്മാരാകുന്ന പണ്ഡിതന്മാർ നമുക്ക് രേഖപ്പെടുത്തി തരുന്നുണ്ട്. 3 രീതിയിലാണ് ഇന്നത്തെ രാവിനെ നമ്മൾ ഹയാത്താക്കേണ്ടത്. 3 രീതിയിൽ കഴിയാം. നമ്മളെല്ലാവരും ഒരുപോലെ ആരോഗ്യമുള്ളവരല്ല, ഒരുപാട് ആഫിയത്തുള്ളവരൊന്നുമല്ല. പല രീതിയിൽ, പല പ്രായമുള്ളവരുണ്ട്, പല രോഗികളുള്ളവരുണ്ട്, പല ഗുളികകൾ കഴിക്കുന്നവരുണ്ട്. അള്ളാഹു നമ്മുടെ രോഗങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ ശിഫയാക്കി തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. 1ാമത്തെ രീതി രാത്രി മുഴുവൻ ഹയാത്താക്കലാണ്. ലൈലത്തുൽ ഖദർ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ ഇന്നത്തെ രാവിനെ നമ്മൾ മുഴുവനും എന്ത് ചെയ്യുക? ഉറക്കമൊഴിഞ്ഞ് നിസ്കാരത്തിലായി, തസ്ബീഹിലായി, തഹ്ലീലിലായി മുഴുവനും നിങ്ങൾ ഉറക്കമൊഴിഞ്ഞ് അള്ളാഹുവിന് വേണ്ടി ഒരു ദിവസം കൊടുക്കുമെന്നുള്ളതാണ്. അതിന് കഴിയില്ല ഉസ്താദെ, ഷുഗർ ഉണ്ട്, പ്രഷർ ഉണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്, ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്നവർക്ക് 2ാമത്തെ ഒരു ഓഫർ മഹാരഥന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. അധിക നേരം കഴിയില്ലെങ്കിലും രാത്രി സാധാരണ പതിവിൽ വിപരീതമായി നമ്മുടെ പരിശുദ്ധമായ റമളാനിൽ ഇശാ നമസ്കാരത്തിന് ശേഷം തറാവി നമസ്കാരവും വിത്ർ നമസ്കാരവും ചെയ്യുന്നത് പോലെ ഇന്നത്തെ രാവിൽ ഉറങ്ങുന്നത് വരെ ഇബാദത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു 9 മണിക്ക് ഉറങ്ങുമെന്ന് വിചാരിക്കുക, ഒരു 10 മണിക്ക് ഉറങ്ങുമെന്ന് വിചാരിക്കുക. എന്നാൽ ഇന്നത്തെ രാവിനെ പരിഗണിച്ച് ഒരു 10:30, 1 മണിക്കൂർ അധികം
അധികം അങ്ങോട്ട് ഇബാദത്തെടുക്കുമ്പോൾ ഇന്നത്തെ രാവിനെ പരിഗണിച്ച കൂലി കിട്ടും. ഇനി അതിനും കഴിയാത്തവരുണ്ടാകും, പ്രായമുള്ള 60-70 വയസ്സായ ഉമ്മമ്മമാരുണ്ടാകും, വല്യുപ്പമാർ വല്യുമ്മമാർ, ഉസ്താദെ ഞങ്ങൾക്ക് അതിനും കഴിയില്ല, എന്താ ഞങ്ങൾ ചെയ്യേണ്ടത്? അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇത് രണ്ടിനും കഴിവില്ലാത്തവരെ പറ്റിയാണ് മഹാരഥന്മാർ മുത്തനബി തങ്ങൾ ഹദീസ് എടുത്തു വെച്ചുകൊണ്ട് പറയുന്നത്. ഇതിന് രണ്ടിനും കഴിവില്ല എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്തെന്നറിയോ? ഇശാ നമസ്കാരം, മഗ്രിബ് നമസ്കാരവും ഇശാ നമസ്കാരവും ജമാഅത്തായി നിർവഹിക്കുക. ഇശാ നമസ്കാരവും ജമാഅത്തായി നിർവഹിക്കുക. വീട്ടിലുള്ള ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം അവിടെയുള്ള ആളുകളെ അല്ലെങ്കിൽ അയൽവാസികളോടെങ്കിലും പോയി ഇന്നത്തെ രാവിനെ പരിഗണിച്ച്, വീട്ടിൽ ആരുമില്ല ജമാഅത്ത് നമസ്കരിക്കാൻ, അപ്പുറത്തെ വീട്ടിൽ പോയി, അതെ ഇന്നത്തെ രാവിന് വലിയ മഹത്വം ഉണ്ടെന്ന ഉസ്താദുമാര് പറയണേ, നിബിധങ്ങൾ പഠിപ്പിച്ച് ഇന്ന് നമുക്കൊന്ന് ജമാഅത്തായിട്ട് നമസ്കരിച്ചാലോ എന്ന് പറഞ്ഞാൽ ആരാണ് സ്വീകരിക്കാതിരിക്കുക? അറിയുന്നവർ ഇമാമത്ത് നിൽക്കട്ടെ. പുരുഷന്മാർ നിർബന്ധമായും ആൺമക്കളെ പള്ളിയിൽ പോകണം, സഹോദരങ്ങളെ പള്ളിയിൽ പോകണം. മഗ്രിബും ഇശാവും ജമാഅത്തായി നിർവഹിക്കുക. അതുപോലെ തഹജ്ജുദ് നിസ്കരിക്കുക, സുബഹി ജമാഅത്തായി നിസ്കരിക്കുക. ഈ 3 രീതിയാണ് രാത്രി ഹയാത്താക്കുക എന്നുള്ളത് എന്ന് മഹാരഥന്മാർ രേഖപ്പെടുത്തി വെക്കുകയാണ്. അതുപോലെ ഇന്നത്തെ രാവിലെ നമ്മൾ ഹയാത്താക്കണം. എങ്ങനെ ഹയാത്താക്കണം? നമ്മൾ അത്ഭുതത്തിന്റെ ദിക്ർ പഠിക്കാൻ പോവാണ്. 4 ചെറിയ ദിക്റുകൾ ഇന്നത്തെ രാത്രി നിങ്ങൾ പറഞ്ഞാൽ മഹാപ്രവാചകനാകുന്ന മുത്തുനബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, പരിശുദ്ധമായ ഖുർആന്റെ പദങ്ങൾക്ക് ശേഷം അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട 4 ദിക്റുകളുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിന്റെ പ്രവാചകൻ പരിശുദ്ധമായ നിശാപ്രയാണം നടത്തി, ഇസ്റാ മിഅ്റാജ് നടത്തിയപ്പോ ആകാശത്ത് പാളികളെ കീറിമുറിച്ചുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമും ബുറാഖ് എന്ന വാഹനത്തിൽ നബിതങ്ങളും പോയപ്പോ മഹാപ്രവാചകനാകുന്ന ഈ മാസം അനുസ്മരിക്കുന്ന നമ്മുടെയൊക്കെ മുത്തുനബി തങ്ങളുടെ നമ്മുടെ വല്യുപ്പയായ മഹാപ്രവാചകനാകുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം കണ്ടു നിബിതങ്ങളെ. മോനെ അക്രിയുക സലാം, അങ്ങയോട് സലാം പറഞ്ഞു. നിബിതങ്ങളെ നിങ്ങളുടെ ഉമ്മത്തിന് സലാം പറയണം. എന്നിട്ട് പറയണം, ഞാൻ നിങ്ങൾക്ക് കലിമത്ത് പഠിപ്പിച്ചു തരാം. സ്വർഗത്തിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്വർഗത്തിൽ ഇത് പറഞ്ഞാൽ, ഒരു തവണ പറഞ്ഞാൽ അള്ളാഹു നാളെ സ്വർഗത്തിൽ ഒരുപാട് എണ്ണമറ്റ വൃക്ഷങ്ങൾ നടും. അതുകൊണ്ട് ആ വൃക്ഷങ്ങൾ നടാനുള്ള വിത്തുമായി നിങ്ങൾ ദുനിയാവിൽ നിന്ന് കടന്നു വരണമെന്ന് ഉമ്മത്തിനോട് പഠിപ്പിക്കണം. ഏതാണ് ആ ദിക്ർ? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇത് യൗമുത് തർവിയ, ലൈലത്തുൽ തർവിയ, ഇന്നത്തെ രാവിലും പകലിലും ചൊല്ലേണ്ട അത്ഭുതത്തിന്റെ ദിക്റാണ്. ഇന്നത്തെ രാവിൽ നാളെ നമുക്ക് തർവിയയുടെ പകലാണ്. ആ പകലിൽ ചൊല്ലേണ്ട ദിക്റുകൾ നാളെ നമ്മൾ പഠിക്കും. ഇന്ന് രാവിലെ ചൊല്ലേണ്ട ദിക്റാണ്. തർവിയത്തിന്റെ രാവിലെ ചൊല്ലാൻ ഏറ്റവും ഉത്തമമായ ദിക്ർ, ഒരുപാട് അറിയാവുന്ന ദിക്ർ എല്ലാം ചൊല്ലാം, എന്നാലും ഈ ദിക്ർ നമ്മൾ പതിവാക്കണം. ഇന്നത്തെ രാത്രി 1000 ചൊല്ലാൻ പറ്റുമെങ്കിൽ അത്രയും, ഒരു 786 ബിസ്മിയുടെ കണക്ക്, അല്ലെങ്കിൽ 313 ബദരീങ്ങളെ കണക്ക്, ഒരു 101 ചൊല്ലാൻ അധിക സമയം വേണ്ടല്ലോ. എങ്ങനെയാണ്? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഇവിടെ മഹാരഥന്മാർ രേഖപ്പെടുത്തുന്നു, ഇവിടെ ഓർഡർ ഇല്ല. ആദ്യം സുബ്ഹാനല്ലാഹ് പറയണം, രണ്ടാമത് അൽഹംദുലില്ലാഹ് പറയണം, മൂന്നാമത് അല്ലാഹു അക്ബർ പറയണം. അങ്ങനെ ഇല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് തുടങ്ങാം. എന്നാലും നമുക്ക് ചൊല്ലി വന്ന രീതി വെച്ച് അങ്ങനെ പറഞ്ഞതാണ്. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ. ഈ 4 ദിക്ർ ഖുർആന് ശേഷം അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട ഏറ്റവും നല്ല ദിക്റാണ്. ഇബ്രാഹിം നബി അല്ലാഹുവിന് കൊടുത്ത നബിതങ്ങൾക്ക് കൊടുത്ത സമ്മാനമാണ്. ഇത് ചൊല്ലുന്നവർ നാളെ പടച്ചവന്റെ സ്വർഗ്ഗം മേടിക്കാൻ വിത്തുമായി പോകുന്നവരാണ്. അവന്റെ പാപങ്ങളെല്ലാം പൊറുക്കും, ജീവിതത്തിന്റെ എല്ലാ ഐശ്വര്യങ്ങളും അല്ലാഹു കൊടുക്കും. എല്ലാ സങ്കടങ്ങളും നൊമ്പരങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും എല്ലാം അല്ലാഹു ഇന്നത്തെ രാവിന്റെ ബറക്കത്ത് കൊണ്ട് നിങ്ങളൊന്ന് ചൊല്ലി നോക്കിക്കേ, അല്ലാഹു തരുമെന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസ് എടുത്ത് വെച്ചുകൊണ്ട് മഹാരഥന്മാർ. അതോടൊപ്പം ഇന്നത്തെ രാവിൽ സൂറത്തുൽ ഫജ്ർ നമ്മൾ പാരായണം ചെയ്യണം. അത് വലിയ നേട്ടമാണ്. അവന്റെ സകലമാന പാപങ്ങളും പൊറുക്കുമെന്നാണ്. ഈ ലൈലത്തുൽ തർവിയത്തിന്റെ രാവിൽ സൂറത്തുൽ ഹജ്ജ് നമ്മൾ പാരായണം ചെയ്യണം. ഈ ദുൽഹിജ്ജ മാസത്തിന്റെ ആദ്യ 10 രാത്രങ്ങൾ ഹജ്ജ് പാരായണം ചെയ്താൽ അവൻ ഹജ്ജ് ചെയ്യാനുള്ള ഭാഗ്യം കിട്ടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതോടൊപ്പം നമ്മൾ ഖുർആൻ പാരായണം, അറിയാവുന്ന സൂറത്തുകൾ ദിക്റുകളൊക്കെ നമ്മൾ ചൊല്ലണം. ദുആ നമ്മൾ ദുആ നമ്മൾ വികരിപ്പിക്കണം. ദുആ ഏറ്റവും ഇജാബത്തുള്ള രാവാണ് ലൈലത്തുൽ തർവിയ. ആ തർവിയ നമ്മൾ സ്വീകരിക്കുകയാണ്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അതുപോലെ എൻ്റെ പ്രിയമുള്ളവരെ, നാളത്തെ പകൽ നമ്മൾ നോമ്പെടുക്കുന്നവരാകണം. നാളത്തെ പകൽ നോമ്പെടുക്കണം. ഇന്നത് പറയാൻ കാരണം, നാളെ സുബഹി നമസ്കാരം കഴിഞ്ഞിട്ടായിരിക്കും നമ്മളെ വീഡിയോ വരിക. അപ്പോൾ ഉസ്താദെ നിയത്ത് വെച്ചില്ല, ഞാൻ ചായ കുടിച്ചു പോയി, അറിയില്ലായിരുന്നു എന്ന് നിങ്ങൾ പറയണ്ട. അതിനാണ് ഇന്ന് ഒന്ന് ഓടിച്ചു പോകുന്നത്. ഇൻഷാ അല്ലാഹ് യൗമുൽ തർവിയ അല്ലെങ്കിൽ ദുൽഹിജ്ജ മാസത്തിലെ 8ാമത്തെ നോമ്പിനെ, തർവിയയുടെ നോമ്പിനെ ഞാൻ അല്ലാഹു തആലയ്ക്ക് വേണ്ടി പിടിച്ചു വിടുന്നു എന്ന് മനസ്സിൽ കരുതാം. 1, 2 നാളെ വ്യാഴാഴ്ചയാണ്. വ്യാഴാഴ്ച സുന്നത്ത് നോമ്പിനെ കൂടി ഞാൻ കരുതുന്നു എന്ന് വെക്കാം. പിന്നെ ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം റമദാനിൽ ഏതെങ്കിലുമൊക്കെ നോമ്പ് ഖളാ ആയിട്ടുണ്ടാകും. ആ ഖളാ ആയ നോമ്പിനെ കൂടി മനസ്സിൽ കരുതാം. 3 നിയ്യത്ത്. പടച്ചവനെ യൗമു തർവിയ, തർവിയയുടെ സുന്നത്ത് നോമ്പിനെ ദുൽഹിജ്ജ മാസം 8,
തർവിയ സുന്നത്ത് നോമ്പിനെയും അതുപോലെ റമളാനിൽ ഖളായി പോയ നോമ്പിനെയും ഇന്ന് വ്യാഴാഴ്ചയാണ് പടച്ചോനെ, വ്യാഴാഴ്ചയുടെ സുന്നത്ത് നോമ്പിനെയും ഞാനിതാ മനസ്സിൽ കരുതുന്നു എന്ന് നീയത്ത് വെച്ചുകൊണ്ട് 3 നീയത്തിൽ ഒറ്റ നോമ്പെടുത്താൽ കിട്ടുന്നത് വലിയ അളവറ്റ പ്രതിഫലമാണ്. അള്ളാഹു സ്വീകരിച്ച അടിയാറുകളിൽ നമുക്ക് ഉൾപ്പെടാൻ കഴിയും. ഇത് വെക്കുക. ഇനി നമുക്ക് നോമ്പെടുത്താൽ കിട്ടുന്ന പ്രതിഫലം എന്താണെന്നറിയോ? നോമ്പെടുത്താൽ പ്രതിഫലം കിട്ടുന്നതെന്നറിയോ? മഹാപ്രവാചകനാകുന്ന അയ്യൂബ് നബി അലൈഹിസ്സലാം, നമുക്കറിയാം പരീക്ഷണത്തിന്റെ തീച്ചൂളയിലേക്ക് വലിച്ചെറിയപ്പെട്ട പ്രവാചകൻ, ശരീരം മുഴുവൻ രോഗങ്ങൾ ബാധിച്ചപ്പോഴും അള്ളാനെ മറക്കാത്ത പ്രവാചകൻ, അള്ളാനെ തള്ളിപ്പറയാത്ത പ്രവാചകൻ, ക്ഷമയുടെ പര്യായമായ പ്രവാചകൻ, ആ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അള്ളാഹ് കൊടുക്കുന്ന എന്തൊക്കെ പ്രതിഫലം ഉണ്ടോ ആ പ്രതിഫലം യൗമു തർവിയ, നാളത്തെ നോമ്പ് പിടിക്കുന്നവർക്ക്, ദുൽഹിജ്ജ മാസത്തിലെ 8 നോമ്പ് പിടിക്കുന്നവർക്ക് അള്ളാഹ് കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കഴിയേണ്ട എൻ്റെ പ്രിയമുള്ളവരെ, നമുക്ക് കഴിയും. ദുൽഹിജ്ജ മാസം മുഴുവനും പിടിക്കാൻ പറയണില്ല, 10 ദിവസം പിടിക്കണമെന്ന് പറഞ്ഞു. കഴിവില്ലാത്തവർ ദുൽഹിജ്ജ മാസം 8 നാളത്തെ നോമ്പ് തർവിയയുടെ നോമ്പിന് പിടിക്കണം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നല്ലത് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ എല്ലാവരും നോമ്പെടുക്കണം. ഇന്നത്തെ രാവിലെ ഹയാത്താക്കണം ഇൻഷാ അല്ലാഹ്. നാളത്തെ വീഡിയോയിൽ യൗമു തർവിയ, തർവിയയുടെ പകലിൽ നാം ചൊല്ലേണ്ട, അസ്തമയത്തിന് മുമ്പായി ചൊല്ലേണ്ട കുറച്ച് ദിക്റുകളുണ്ട്, ദുആകളുണ്ട്. അത് നമ്മൾ നാളെ ചർച്ച ചെയ്യും. തർവിയ എന്ന് പേര് വരാൻ കാരണം എന്താണ്? അത് നമുക്ക് നാളെ പറയാം ഇൻഷാ അല്ലാഹ്. ഇന്നത്തെ രാവിനെയും ഇന്നത്തെ നോമ്പിന്റെ ശ്രേഷ്ഠതയൊന്ന് പറയാനാണ് ഇന്നത്തെ ഞാൻ രാവിലെ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്തിയത്. കാരണം നാളെ വീഡിയോ വരുമ്പോൾ സുബഹി കഴിഞ്ഞിട്ടുണ്ടാകും, നോമ്പിന് നിയത്ത് വെക്കാനോ ചിലപ്പോൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാകും. അതുകൊണ്ടാണ് ഇന്നിങ്ങനെ പറഞ്ഞു പോയത്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നാളെ യൗമു തർവിയ എന്ന് പേര് വരാൻ കാരണം എന്താണ്? യൗമു തർവിയയിൽ ചൊല്ലേണ്ട ദിക്റുകൾ എന്താണ്? അറഫയുടെ രാവാണ് നാളത്തെ രാത്രി കടന്നു വരിക. അതിന്റെ മഹത്വങ്ങളൊക്കെ പറഞ്ഞ് ഇൻഷാ അല്ലാഹ് കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവ് നിങ്ങളിലേക്ക് എത്തിക്കലാണ് ആശയം. നിങ്ങൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു അറിവുമായി ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ കണ്ടുമുട്ടണം. അള്ളാഹ് സ്വീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെയൊക്കെ ദുആയിൽ വലിയ ഇജാബത്തിന് സമയമുള്ള സന്ദർഭങ്ങളാണ്. നിങ്ങളൊക്കെ ദുആയിൽ ഉൾപ്പെടുത്തുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. ഒരുപാട് ആളുകൾ കമന്റിലൂടെ ദുആ വസിയത്ത് അറിയിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഖൈറും ബറക്കത്തും അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹിറു ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.